പലതരം ചേരുവകൾ. ഇന്ന് നമുക്ക് വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു തയ്യാറാക്കാം. ഇപ്പൊ ഞാൻ ലഡു ഉണ്ടാക്കിയിട്ട് 6 മണിക്കൂറേ ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നതാണ്. പക്ഷെ ശരിക്കുള്ള ലഡുവിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ലഡു ഉണ്ടാക്കി 2 ദിവസങ്ങളും കഴിഞ്ഞിട്ട് കഴിക്കുക കേട്ടോ. എന്നാലാണ് നല്ല ഫ്ലേവർ ഒക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ 3 കപ്പ് കടലപ്പൊടി കൊണ്ട് എനിക്ക് 30ഓളം ലഡു ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഇത്രയും വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി വെച്ച എല്ലാ ഇൻഗ്രീഡിയന്റും എടുത്താൽ മതി കേട്ടോ. സ്ട്രെയിൻ ചെയ്ത് വെച്ച കടലമാവിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്റർ റെഡിയാക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എനിക്ക് ഈ ബാറ്റർ റെഡിയാക്കാനായിട്ട് ടോട്ടല് 2.25 കപ്പിന് താഴെ വെള്ളം വേണ്ടി വന്നോളൂ കേട്ടോ. ആദ്യം തന്നെ കംപ്ലീറ്റ് വെള്ളം ഒഴിച്ചെടുക്കരുത്. അപ്പൊ പൊടി കട്ട പിടിക്കാനും സാധ്യതയുണ്ട്, പിന്നെ വെള്ളം കൂടി പോവാനും സാധ്യതയുണ്ട്. അപ്പൊ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് വരാം. ആദ്യം 1 കപ്പ് പിന്നെ 1 കപ്പ് ഒഴിക്കുക. 2 കപ്പ് വെള്ളത്തിൽ എനിക്ക് ഈ ഒരു രീതിയിൽ ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ഇടാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ചിടയൊക്കെ ചെയ്യാം കേട്ടോ. നല്ലൊരു ലഡുവിന്റെ കളർ കിട്ടാനായിട്ട് ഇത്രയും എനിക്ക് വേണ്ടി വന്നായിരുന്നു. ബാറ്റർ സ്വല്പം ഒരു തിക്കാണ്. അപ്പൊ ഞാൻ 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ടോട്ടല് 2 കപ്പും പിന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്രയും വെള്ളമാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഈ ഒരു ഭാഗത്തിന് കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ലഡുവിന്റെ ബൂന്തി ഉണ്ടാക്കാനൊക്കെ ആണെങ്കിൽ ഇതിനേൽ ഇത്രയും കൂടി തിക്കാവണം. ഇതിപ്പോ ലഡു ഉണ്ടാക്കാനായതുകൊണ്ട് ഇത്രയും ലൂസാക്കി എടുത്താൽ മതി. ഇത് ലഡു ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തവയാട്ടോ. ഇത്തിരി വലുപ്പമുള്ളതാണ്. തുളയൊക്കെ കണ്ടോ, അകന്നാണ്. അങ്ങനത്തെ തുളയാണ് നമുക്ക് വേണ്ടത്. ഇത് എണ്ണ പലഹാരങ്ങളൊക്കെ എണ്ണയെന്ന് കോരിയെടുക്കാൻ പണ്ടൊടുങ്ങിയുള്ള ഒരു തവയാണ്. ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവും, അതായാലും മതി കേട്ടോ. പക്ഷെ ഈ ഒരു സംഭവം പറ്റില്ല കേട്ടോ. ഇതിന്റെ തുള കണ്ടോ, തൊട്ടടുത്തടുത്താണ് തുള. അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് ചാടിപ്പോവും. അത് മാത്രമല്ല, എണ്ണയുടെ മുകളിൽ തന്നെ ആ പാത്രം വെച്ച് നമ്മൾ കൈ പിടിക്കേണ്ടി വരും. അപ്പൊ കയ്യിലേക്ക് ആവിയൊക്കെ തട്ടും. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. തവ അടിയിൽ പിടിക്കാം, മുകളിൽ കൂടി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. മാവ് ഒട്ടി പിടിക്കുന്നത് പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ആകം വേവാണ്ടാവും. അത് പ്രശ്നമാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്യുന്നില്ല. ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മറിച്ചിട്ട് പിന്നെ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമ്മളിത് കോരിയെടുക്കുകയാണ് എണ്ണയെന്ന്. പരമാവധി കൊള്ളുന്ന അത്ര ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറക്റ്റ് ഷേപ്പിന് ബൂന്തിയായിട്ട് കിട്ടണമെന്നില്ല, അരിച്ചെടുക്കാനാണല്ലോ, ലഡുവിനാണല്ലോ. അപ്പൊ നമുക്ക് ബൂന്തിയായിട്ട് കിട്ടാനാണ്, ബൂന്തിയായിട്ട് മാത്രം ഉപയോഗിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല കേട്ടോ. നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടണമല്ലോ. അത് മാത്രമല്ല, ബാറ്റർ ഇച്ചിരിയും കൂടി തിക്കാകേണ്ടി വരും. അപ്പൊ ഇത്തിരി അധികം ടൈം എടുക്കും. കംപ്ലീറ്റ് ബാറ്റർ ഒഴിച്ചെടുക്കുമ്പോഴത്തേനും അത് അടിയിലുള്ളതൊക്കെ കുക്കായിട്ടുണ്ടാവും, 30 സെക്കൻഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് മറിച്ചിടാം. മറിച്ചിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് കുക്കാവാനേ പാടുള്ളൂ കേട്ടോ. അതിന്റെ കളറൊന്നും മാറാനോ മുറുകാനോ ഒന്നും പാടില്ല. അങ്ങനെ മുറുകി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയായിട്ട് ലയിക്കില്ല. അതേ രീതിയിൽ കംപ്ലീറ്റ് മാവ് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ബൂന്തി ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്നട്ടും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. നെയ്യ് എണ്ണ ഇട്ട് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റായ ശേഷം കാഷ്നട്ട് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് കാഷ്നട്ടാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ഇട്ടെടുക്കാം. കാഷ്നട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയ ശേഷം അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഞാൻ 1/4 കപ്പാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇട്ടാലും മതി കേട്ടോ. മുന്തിരി മാത്രം ഇട്ടാലും മതി. കറുത്ത മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇട്ടാലും മതി. മുന്തിരി നന്നായിട്ട് പൊളിച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് കോരി എടുത്ത് അത് അവിടെ മാറ്റി വെക്കാം കേട്ടോ. സെയിം പാത്രത്തിൽ തന്നെ വെച്ചാൽ ഒന്നും കൂടി ഇരുന്ന് മുറുകിപ്പോവാൻ സാധ്യതയുണ്ട്. ഈ സമയം കൊണ്ട് ബൂന്തി ഒരു ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് 2-3-4 പോർഷനായിട്ടിട്ട് അരച്ചെടുക്കാം. ഓരോ ട്രിപ്പിലും മിക്സിയുടെ ഒരു അര ഭാഗത്തോളം വെച്ച് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം മറ്റൊരു ബൗളിലേക്ക് ഇട്ടെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പൊടിച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയും കറക്റ്റ് പാകത്തിന് വറ്റിച്ച് അതിലേക്ക് ഇതങ്ങ് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ലഡു നമുക്ക് കിട്ടും.
പഞ്ചസാര എടുക്കാനായിട്ട് അത്യാവശ്യം വലുപ്പവും കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്കിന്റെ അത്യാവശ്യം കട്ടിയുള്ള പാത്രം ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും 2.25 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആയ ശേഷം കറിയാമ്പ് ഇട്ടെടുക്കാം. 5 കറിയാമ്പാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. കറിയാമ്പിന്റെ സ്മെല്ലൊക്കെ പോയതാണ് ഇത്തിരി മോശമാണെന്നുണ്ടെങ്കിൽ 2 കൂടുതൽ ഇട്ടെടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒറ്റനൂൽ പരുവാക്കി എടുക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ മതി. തീരെ ബലമില്ലാത്ത ഒരൊറ്റ നൂലാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടില്ലേ, തീരെ കനമില്ല, ചെറിയൊരു നൂല്. ഒറ്റനൂൽ പരുവം കഴിഞ്ഞ് പിന്നെ മുറുകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ വന്ന് നമ്മുടെ ലഡുവിന് ബലം വരും. ഇപ്പൊ ഇതായിട്ടുണ്ട്. നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ബൂന്തിയിലേക്ക് ഇട്ടെടുക്കാം. ബൂന്തി പൊടിച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. ഈ സമയത്ത് ഏലക്കാപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടെടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ കശുവണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നെയ്യേപ്പാടി അങ്ങ് ഇട്ടെടുക്കാം കേട്ടോ. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ബൂന്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും വെള്ളമൊക്കെ വറ്റി നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ലൂസ് ആണെന്നുള്ളത് നിങ്ങൾ കാര്യമാക്കണ്ട. ചൂടൊക്കെ ആറി കഴിഞ്ഞ് നമ്മൾ ഉണ്ട ഉണ്ടാക്കുന്ന സമയത്ത് നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയം ഒന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചൂടാറരുത് കേട്ടോ. കൈ പിടിക്കാൻ പാകമായി കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങി ഉരുളകൾ ഉണ്ടാക്കി തുടങ്ങാം. കംപ്ലീറ്റ് ചൂടാറി കഴിഞ്ഞാൽ കയ്യിലൊക്കെ ഒട്ടി പിടിക്കും. ഉരുളകൾ ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും, പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. വീഡിയോയിൽ കാണുന്ന ഒരു രീതിയിൽ ഓരോരോ ഉരുളകളായിട്ട് പാത്രത്തിൽ നിരത്തി വെക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാനും മറക്കണ്ട കേട്ടോ. ഇപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ലഡു ഞാൻ ഉരുളകളാക്കി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പിറ്റേന്നാവുമ്പത്തേനും തന്നെ സെറ്റ് ആവും. പക്ഷെ 2 ദിവസം കഴിഞ്ഞാലാണ് ലഡുവിന്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ തന്നെ അത് കഴിച്ചു നോക്കുമ്പോൾ അത്ര ടേസ്റ്റ് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ടേസ്റ്റ് ചെയ്യുക. എന്നാലാണ് അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് ലഡുവിലേക്ക് കിട്ടുള്ളൂ. ഇതിപ്പോ ഉണ്ടാക്കി വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് പൊട്ടിച്ചതാണ്. ഇനി ഞാനിത് 2 ദിവസം ഇങ്ങനെ തന്നെ എടുത്തു വെക്കും, അടച്ചു വെക്കും. അത് കഴിഞ്ഞിട്ട് എടുക്കത്തുള്ളൂ. താങ്ക് യു.